ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ CUET UG അക്കൗണ്ടൻസ് ആൻഡ് ബുക്ക് കീപ്പിംഗ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി മൊഡ്യൂൾ 1 നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ക്ലാസ് കണ്ടു. ഇപ്പോൾ നമ്മൾ മൊഡ്യൂൾ 2ൻ്റെ ക്ലാസ്സുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ പാർട്ണർഷിപ്പ് ഫേമുമായി ബന്ധപ്പെട്ടുള്ള മൊഡ്യൂളാണിത്. ഇതുമായി ബന്ധപ്പെട്ട് കുറേയധികം ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നും പാർട്ണർഷിപ്പ് ഫേമുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പുതിയ ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. പാർട്ണർഷിപ്പ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം. എന്താണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ളതിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചുകൾ വരുത്തുന്നതിനാണ് നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, രണ്ടോ അതിൽ കൂടുതലോ വ്യക്തികൾ ഒരുമിച്ച് ചേർന്ന് ഒരു ബിസിനസ് നടത്തുന്നതിനാണ് നമ്മൾ എന്താണെന്ന് പറയുക, പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. രണ്ടോ അതിൽ കൂടുതലോ ആളുകൾ ഒരുമിച്ച് ചേർന്ന് ബിസിനസ് നടന്ന് അതിൻ്റെ പ്രോഫിറ്റും ലോസുകളും പരസ്പരം ഷെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ട്, ഇതെങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇവരെത്രയാണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇവരുടെ ഇടയിൽ കുറേയധികം എഗ്രിമെൻറ്റുകളുണ്ട്. അപ്പോൾ ഈ എഗ്രിമെൻറ്റുകളിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചുകൾ വന്ന് പുതിയ എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്തെന്ന് പറയാം, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചുകൾ ഈ പാർട്ണർഷിപ്പ് ഫേമിൽ സംഭവിക്കുമ്പോൾ, ഒരു പുതിയ പാർട്ണർ വരുമ്പോഴോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള പാർട്ണർ മരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇൻസോൾവൻ്റ് ആയി പോകുമ്പോഴോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇത്രയും കാലം അവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അവർ ചേഞ്ച് ചെയ്യുമ്പോഴോ, ഇങ്ങനത്തെ സിറ്റുവേഷനുകളിലൊക്കെയാണ് ഒരു പാർട്ണർഷിപ്പ് ഫേമിനെ നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അതായത് അതുവരെയും ഉണ്ടായിരുന്ന എഗ്രിമെൻറ്റുകളൊക്കെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇവിടെ ഫേം എൻഡ് ചെയ്യുന്നില്ല, പകരം എന്താണെന്ന് ഫേം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഫേമിൽ കുറേയധികം ചേഞ്ചുകൾ, പഴയ എഗ്രിമെൻ്റ് ഒന്ന് മാറ്റി പുതിയ എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, കുറേയധികം ചേഞ്ചുകൾ വരുത്തുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ നമുക്ക് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ മെത്തേഡ് അല്ലെങ്കിൽ ഒന്നാമത്തെ മോഡ് എന്ന് പറയുന്നത് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ. ഒരു പുതിയ പാർട്ണറെ നമുക്ക് എന്തെങ്കിലും, ഇപ്പോൾ ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ ഒരു 3-4 പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം, 3 പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അവർക്ക് ഓൾറെഡി ഇപ്പം കുറേയധികം പ്രൊജക്റ്റുകൾ വന്നു, അവർക്ക് പക്ഷേ ആവശ്യത്തിനുള്ള ഫണ്ട് അത്രമാത്രം അവരുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഈ അഡീഷണൽ ക്യാപിറ്റൽ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, പുതിയൊരു പാർട്ണറെ വേണമെങ്കിൽ അവരുടെ ഫേമിലേക്ക് എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അവർക്കൊരു ഉള്ള പാർട്ട്നേഴ്സ് ഭയങ്കര മാനേജറിയലി എഫിഷ്യൻ്റ് അല്ല, അപ്പോൾ അവർക്കൊരു മാനേജറിയലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള നോളജബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവരുടെ പാർട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്ണറായിട്ട് അഡ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഓൾറെഡി നേരത്തെ 3 പാർട്ട്നേഴ്സാണ് ഉള്ളെങ്കിൽ അവർ ഫോം ചെയ്ത സിറ്റുവേഷനിൽ അവർ എഗ്രിമെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എങ്ങനെയായിരിക്കും, ഈ 3 പാർട്ട്നേഴ്സ് തമ്മിലുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും 3 പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരിക്കും അവരെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കുക, ഫണ്ട് എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഒരു പുതിയ പാർട്ണർ വന്നു കഴിയുമ്പോൾ അയാൾക്കും കൊടുക്കുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോസിനെ കുറിച്ചുള്ള ഇൻഫർമേഷനും അയാളുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന പഴയ എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്ത് ഇവരുടെ 4 പേരുടെ ഇടയിൽ പുതിയൊരു എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു പുതിയ എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്, പാർട്ണർഷിപ്പ് ഫേമിൻ്റെ റീകോൺസ്റ്റിറ്റ്യൂഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മോഡായിട്ടുള്ള ഒരു ന്യൂ പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ണർഷിപ്പ് ഫേമിന് റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കുന്നുണ്ട്. ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ദി പ്രോഫിറ്റ് ഷെയറിംഗ് എമംഗ് ദി എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. ചിലപ്പോൾ ഇപ്പോൾ 3 പാർട്ട്നേഴ്സ് ആയിരിക്കും ഉള്ളത്, പുതിയതായിട്ട് ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നു, അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നുമില്ല. പക്ഷെ നേരത്തെ അവർ തമ്മിലുള്ള എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് 1:1 എന്ന റേഷ്യോയിൽ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഷെയർ ചെയ്യാമെന്നുള്ളതായിരിക്കും. പക്ഷേ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷനുകൾ ചേഞ്ച് ചെയ്ത മൂലം ഇതിൽ ചിലപ്പോൾ നേരത്തെ ആദ്യത്തെ സിറ്റുവേഷനുകളിൽ ഈ 3 പാർട്ട്നേഴ്സും ആക്റ്റീവ് പാർട്ട്നേഴ്സ് ആയിരുന്നിരിക്കും. ചിലപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ പാർട്ണർ, ചിലപ്പോൾ ഒരു പാർട്ണർ സ്ലീപ്പിംഗ് പാർട്ണറായിട്ട് അയാൾക്ക് മറ്റെന്തെങ്കിലുമൊക്കെ തിരക്കുകളോ അയാളുടെ സ്വന്തം ബിസിനസ്സുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നതുകൊണ്ട് അയാൾക്ക് തിരക്കായി പോകുമ്പം അയാൾ ചിലപ്പോൾ ഈ പാർട്ണർഷിപ്പ് ഫേമിൽ ജസ്റ്റ് ഒരു സ്ലീപ്പിംഗ് പാർട്ണറായി മാറാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരും അതിന് വേണ്ടിയിട്ട് അത്രയും എഫേർട്ട് എടുക്കാത്ത ഒരാൾക്കും ഒരേ പ്രോഫിറ്റ് കൊടുക്കണമെന്ന് പറയുന്നത് ഫെയർ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനുകളിൽ ഇവരുടെ ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് മൂലം ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചിലപ്പോൾ അവർ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നേരത്തെ 1:1 നമുക്ക് പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന എഗ്രിമെൻറ്റ് ഇവർ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ അതങ്ങ് ചേഞ്ച് ചെയ്യാം. ആ എഗ്രിമെൻറ്റ് ചേഞ്ച് ചെയ്തിട്ട് ചിലപ്പോൾ 3:2:1 എന്നുള്ള റേഷ്യോയിലായിരിക്കും ചിലപ്പോൾ ഇനി തൊട്ട് അവർ പ്രോഫിറ്റ് ലോസ് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ എഗ്രിമെൻറ്റ്, പഴയ എഗ്രിമെൻറ്റ്
എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ആ പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്, ഒരു റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. ഇനി മൂന്നാമത്തെ മോഡെന്ന് പറയുന്നത് റിട്ടയർമെൻറ്റ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് പാർട്ട്ണർ. ഇപ്പം 4 പാർട്ട്നേഴ്സ് ഉണ്ട്, അതിലൊരു പാർട്ട്ണർക്ക് വയസ്സായി, പുള്ളിക്ക് ബാഡ് ഹെൽത്ത് ആയതുകൊണ്ട് പുള്ളിക്ക് ഇനിയും ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൽ വർക്ക് ചെയ്യാൻ പുള്ളിക്കുള്ള ആരോഗ്യമൊന്നുമില്ല. അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്യാൻ തീരുമാനിച്ചു, ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൽ പുള്ളിയുടെ പാർട്ട്ണർഷിപ്പ് എൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ പുള്ളി എന്ത് ചെയ്യും, പുള്ളി കൊടുത്തിട്ടുള്ള ക്യാപിറ്റലൊക്കെ തിരിച്ച് വാങ്ങിച്ച് അതിൻ്റെ ഇൻട്രസ്റ്റോ പ്രോഫിറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തിരിച്ച് മേടിച്ചുകൊണ്ട് പുള്ളി എന്ത് ചെയ്യുവാണ്, ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് നിർത്തി പോവുകയാണ്. അപ്പം നേരത്തെ ഈ 4 പേരുണ്ടായിരുന്ന സമയത്ത് 4 പേരെങ്ങനെയാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടത്, അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ചേർന്നിട്ടൊരു എഗ്രിമെൻറ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ ആൾ നിർത്തിപ്പോയി കഴിയുമ്പോൾ ഇനി തൊട്ട് അവിടെ 3 പാർട്ട്നേഴ്സേ ഉള്ളൂ. ഇനി അവിടെ ഉണ്ടാകുന്ന പ്രോഫിറ്റുകളും ലോസുകളും എല്ലാം ഷെയർ ചെയ്യേണ്ടത് ഈ 3 വ്യക്തികളുടെ ഇടയിലാണ്. അപ്പോൾ അവരെന്ത് ചെയ്യേണ്ടതായിട്ട് വരും, അവരുടെ ആ നേരത്തെ എഴുതി വെച്ചിട്ടുള്ള 4 പേർക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുള്ള എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്തിട്ട് പുതിയൊരു എഗ്രിമെൻറ്റ് ഫോം ചെയ്യണം. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, പാർട്ട്ണർഷിപ്പ് ഫേം സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ അവിടുത്തെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്, പഴയതല്ല, ചേഞ്ച് ചെയ്തിട്ടുണ്ട്, പുതിയ എഗ്രിമെൻറ്റ് ഫോം ചെയ്തു. ഇനി 4ാമത്തെ മോഡെന്ന് പറയുന്ന ഒരു പാർട്ട്ണർ ഡെത്ത് സംഭവിക്കുകയാണ്, ഒരു പാർട്ട്ണർ മരിച്ചു പോവുകയാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിലും എന്ത് സംഭവിക്കും, ആ പാർട്ട്ണർഷിപ്പ് ഫേം സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യും. നേരത്തെ 4 പേര് ഒരുമിച്ച് ചേർന്ന് നടത്തിക്കൊണ്ടിരുന്ന ഫേമാണ്, അതിലൊരാൾ മരിച്ചു എന്ന് വെച്ചാൽ അവർ പാർട്ട്ണർഷിപ്പ് ഫേം എൻഡ് ചെയ്യുന്നില്ല, പകരം എന്ത് ചെയ്യാണ്, ആ മരിച്ചു പോയ ആളുടെ ഈ 4 പേരുടെ ഇടയിലുണ്ടായിരുന്ന എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്ത് ഇനിയും തൊട്ട് 3 പാർട്ട്നേഴ്സേ ഇവിടെയുള്ളൂ, 3 പാർട്ട്നേഴ്സ് ഇങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇങ്ങനെയൊക്കെയാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ലോസ് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ പുതിയൊരു എഗ്രിമെൻറ്റ് എന്ത് ചെയ്യും, ഫോം ചെയ്യും. അപ്പോൾ ഈ 4 സിറ്റുവേഷനുകളിലാണ് അല്ലെങ്കിൽ 4 മോഡുകളാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ റീകോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഇനി ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ മെത്തേഡുകളിലും നമ്മൾ കുറേയധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ മോഡായിട്ടുള്ള അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ. ഇപ്പം നമ്മുടെ ഫേമിൽ എന്തെങ്കിലും അഡീഷണലായിട്ട് കുറച്ച് ക്യാപിറ്റൽ വേണമെങ്കിലോ മാനേജറിയൽ ഹെൽപ്പ് വേണമെങ്കിലോ ഉള്ള സിറ്റുവേഷനിലാണ് നമ്മൾ പുതിയൊരു പാർട്ട്ണറെ നമ്മുടെ ഫേമിലേക്ക് എന്ത് ചെയ്യുക, എടുക്കുന്നത്. അതായത് നമുക്കിപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിസോഴ്സുകൾ നമുക്ക് ആവശ്യത്തിനുള്ളതില്ല എന്നുള്ള സിറ്റുവേഷനിൽ നമുക്ക് കൂടുതൽ റിസോഴ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പുതിയ പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യാറുണ്ട്, അഡ്മിറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ ഓൾറെഡി ഉള്ള പാർട്ട്നേഴ്സ് അതിന് അംഗീകരിച്ചാൽ മാത്രമേ ഇങ്ങനെ പുതിയൊരു പാർട്ട്ണറെ എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, അപ്പോയിൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഒരു പുതിയ പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് വരുന്ന സമയത്ത് അവിടെ 2 റൈറ്റ്സുകളാണ് മെയിൻലി ആ പുതിയ പാർട്ട്ണർക്ക് കിട്ടുന്നത്. ഒന്ന്, അവിടെയുള്ള പാർട്ട്ണർഷിപ്പ് ഫേമിലെ അസറ്റുകൾ യൂസ് ചെയ്യാനുള്ള റൈറ്റും, 2 ആ പാർട്ട്ണർഷിപ്പ് ഫേമിൽ പ്രോഫിറ്റിൻ്റെ ഷെയർ കിട്ടാനുള്ള റൈറ്റും. അപ്പോൾ 2 റൈറ്റുകളാണ് മെയിൻലി ഒരു പുതിയ പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് വരുന്ന സമയത്ത് കിട്ടുന്നത്. അവിടുത്തെ അസറ്റുകൾ ഷെയർ ചെയ്യാനുള്ള റൈറ്റും അവിടുത്തെ പ്രോഫിറ്റും ലോസുകളും ഷെയർ ചെയ്ത് കിട്ടാനുള്ള റൈറ്റും. അപ്പോൾ ഈ അസറ്റുകളാണെങ്കിലും അതുപോലെ തന്നെ ഈ പ്രോഫിറ്റ് ആണെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് കിട്ടാനുള്ള റൈറ്റ് ഈ പുതിയ പാർട്ട്ണർക്ക് കൊടുക്കുമ്പോൾ അയാൾ ഇതിന് പകരമായി എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ആ ഫേമിലേക്ക് ക്യാപിറ്റൽ ക്യാഷായിട്ടോ കൈൻഡായിട്ടോ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഓൾറെഡി ഒരു നോർമൽ റിട്ടേണിനേക്കാൾ കൂടുതലായിട്ട് റിട്ടേണുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ഫാം ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ ഒരു പുതിയ പാർട്ട്ണർ ആ ഫേമിലേക്ക് വരുന്ന സമയത്ത് ആ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഓൾറെഡി ഓൾറെഡി അവിടെയുള്ള എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഒരു ഷെയറും കൂടി പുതിയ പാർട്ട്ണർക്ക് പോകുന്നത് കൊണ്ട് തന്നെ അതിന് പകരമായി അയാൾ ഒരു എക്സ്ട്രാ എമൗണ്ട് കൊണ്ടുവരേണ്ടതായിട്ട് വരും. അതിന് നമുക്ക് പ്രീമിയമെന്നോ ഗുഡ് വില്ലെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഒരു നോർമലായിട്ടുള്ളൊരു ഫേമിനെ സംബന്ധിച്ച് ഒരു പുതിയ പാർട്ട്ണറിനെ ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ക്യാപിറ്റൽ മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യത്തുള്ളൂ. പക്ഷേ ഒരു ഫേം എന്ന് പറയുന്നത് അതൊരു എക്സ്ട്രാ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫേം ആണെന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രാ നോർമൽ പ്രോഫിറ്റിന് ഇനി മുതൽ ഇയാൾക്കും കൂടെ അവകാശം കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് കിട്ടുന്നതിൽ നിന്നൊരു വിഹിതമാണ് ഇയാളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഹിതം അയാളിലേക്ക് പോകുന്നതിന് പകരമായി അവർക്ക് എന്ത് കൊടുക്കേണ്ടതായിട്ട് വരും, ഒരു എക്സ്ട്രാ എമൗണ്ട്, അതിനെ നമ്മൾ പ്രീമിയം എന്നോ ഗുഡ് വില്ലെന്നോ ഒക്കെ പറയുന്ന ഒരു എക്സ്ട്രാ എമൗണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണൊരു ന്യൂ പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ. അപ്പോൾ നമ്മളൊരു ന്യൂ പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ന്യൂ പാർട്ട്ണർ അവിടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്,
അതുപോലെ തന്നെ ഓൾറെഡി ഉള്ള പാർട്ട്നേഴ്സിന് അതുവരെയും കിട്ടിക്കൊണ്ടിരുന്നൊരു പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പുതിയ പാർട്ട്ണറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു സാക്രിഫൈസിങ് പ്രോഫിറ്റ് ഷെയറിങ് എന്തുണ്ടാവുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണറിൻ്റെ സെനാരിയിലേക്ക് വരുന്ന സമയത്ത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളതും നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ന്യൂ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ ഏതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതുവരെ 3 പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ടിരുന്ന പ്രോഫിറ്റ് ആയിരിക്കില്ല ഒരാളെയും കൂടെ അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പം 4ാമതൊരു വ്യക്തി കൂടെ വന്നു കഴിയുമ്പോൾ ഇനി ഈ 4 പേരുടെ ഇടയിലേക്കുള്ളത്. അപ്പോൾ ഇനിയും തൊട്ട് പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടത് ഈ 4 പേർക്കിടയിലാണ്. അപ്പോൾ അവിടെ ഒരു പുതിയ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ വരും. അപ്പോൾ നമ്മളൊരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് ഒന്നാമത് മനസ്സിലാക്കേണ്ടത് എന്താണ് ഇനി തൊട്ടുള്ള നമ്മുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ പറഞ്ഞു, 4ാമതൊരു പാർട്ട്ണറെ എടുക്കുന്ന സമയത്ത് ഇതുവരെയും 10,000 രൂപ പ്രോഫിറ്റ് കിട്ടുമ്പോൾ 3 പേരുടെ ഇടയിൽ 3,333 എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇനി ഈ 4 പേരുടെ ഇടയിലേക്കാകുമ്പോൾ ചിലപ്പോൾ ഓരോരുത്തർക്ക് 2,500 വീതം വെച്ചായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഓൾറെഡി ഇതുവരെ അവിടെ ഉണ്ടായിരുന്ന പാർട്ട്നേഴ്സിനൊരു നഷ്ടം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ നഷ്ടത്തിൻ്റെ സാക്രിഫൈസിങ് റേഷ്യോ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, ഒരു സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ഒരു ഫാം ആണെന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രാ ആയിട്ട് അവർ ആ നോർമൽ പ്രോഫിറ്റിന് മുകളിൽ എക്സ്ട്രാ ആയിട്ട് അവർ ഏൺ ചെയ്യുന്ന എത്രയാണ്, അതിന് ഈ പുതിയ ന്യൂ പാർട്ട്ണർ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്തോരം പോർഷനാണെന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഗുഡ് വിൽ എന്ന് പറയുന്നത് എത്രയാണെന്ന് വാല്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന അസറ്റ്സും ലയബിലിറ്റീസും എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, റീവാല്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ്, ഇതുവരെ ഉണ്ടായിരുന്ന അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെയുള്ള പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ പുതിയൊരു പാർട്ട്ണർ വരുന്ന സമയത്ത് കുറേയധികം അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് മെയിൻലി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്തുള്ള ന്യൂ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പഴയ പാർട്ട്നേഴ്സിന് സംഭവിക്കുന്ന സാക്രിഫൈസിങ് റേഷ്യോ എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിരിക്കാം. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്, ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉള്ള ഒരു പുതിയ പാർട്ട്ണർ വന്നതിന് ശേഷം അവിടെ വരുന്ന ന്യൂ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ, അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പഴയ പാർട്ട്നേഴ്സിന് സംഭവിക്കുന്ന സാക്രിഫൈസിങ് റേഷ്യോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഇതിനെക്കുറിച്ചായിരിക്കും ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ CUET UG അക്കൗണ്ടൻസി എക്സാമുകൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്തുള്ള ന്യൂ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോയും ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ സാക്രിഫൈസിങ് റേഷ്യോ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എങ്ങനെ അത് കണ്ടുപിടിക്കാം, എളുപ്പത്തിൽ എങ്ങനെ അത് കണ്ടുപിടിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.